KPCC പുനഃസംഘടനയിൽ അന്തിമ തീരുമാനമായില്ല. നേതാക്കൾക്കിടയിൽ രൂക്ഷമായ തർക്കം തുടരുകയാണ്. KC വേണുഗോപാലും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫുമായുള്ള ചർച്ച അവസാനിച്ചു. ചർച്ചകൾ തുടരുകയാണെന്ന് സണ്ണി ജോസഫ് പ്രതികരിച്ചു. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം. നോബൽ മാരിക്കാരൻ, പുനഃസംഘടനയുടെ കാര്യത്തിൽ സംഘടനയ്ക്കുള്ളിൽ പല തർക്കങ്ങളും നേതാക്കൾക്കിടയിൽ പല പേരിനെ ചൊല്ലിയുമുണ്ട്. ഏതൊക്കെ പേരുകളിലാണ് ഇനി തീരുമാനമാകാനുള്ളത്? സുജയ, KPC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തോടെ അന്തിമ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറാനായിരുന്നു കേരളത്തിലെ നേതാക്കളുടെ തീരുമാനം. പക്ഷേ ആ തീരുമാനം നടക്കില്ല എന്ന് വേണം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ. കാരണം അതീവ തർക്കം ഇക്കാര്യത്തിൽ തുടരുന്നുണ്ട് എന്ന് വേണം നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഇന്നിപ്പോൾ മാരത്തൺ ചർച്ചകൾ വിവിധ നേതാക്കളുമായി ഇതുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ നടത്തിയിരുന്നു. KPC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ ദില്ലിയിൽ തുടരുകയും ചെയ്യുകയാണ്. പക്ഷേ ചർച്ചകളിൽ സമവായം ഉണ്ടാകാത്ത പല ജില്ലകളിലും KPC അധ്യക്ഷന്മാർ ഒന്നിലധികം പേരുകളുണ്ടെന്ന് മാത്രമല്ല, പലയിടത്തും പലരെയും മാറ്റുന്നതിനടക്കം MP-മാർ അടക്കമുള്ള ആളുകൾക്ക് എതിർപ്പുണ്ട്. അതോടൊപ്പം തന്നെ ചില പേരുകളിലേക്ക് എത്താൻ തർക്കങ്ങൾ തുടരുന്നു എന്നടക്കമുള്ള വിവരങ്ങളാണ് പ്രധാനമായും പുറത്തേക്ക് വരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, അതോടൊപ്പം തന്നെ ഇടുക്കി, ഒപ്പം വയനാട് അടക്കമുള്ള ജില്ലകളിൽ DCC അധ്യക്ഷന്മാർ മാറും എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷേ അപ്പോഴും വയ്ക്കുന്ന ആളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളടക്കം നിലനിൽക്കുന്നു. ഇന്നിപ്പോൾ ഹൈക്കമാൻഡിന് ഒറ്റപ്പേര് നൽകാനായിരുന്നു നേരത്തെ നിർദ്ദേശം ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒറ്റപ്പേരിലേക്ക് എത്താൻ സംസ്ഥാനത്ത് നിന്ന് ദില്ലിയിൽ എത്തി ചർച്ച നേതാക്കൾക്ക് ആയിട്ടില്ല എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. അല്പം മുമ്പ് ദില്ലി ഇന്ദിരാഭവനിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച KC വേണുഗോപാലുമായി പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് രമേശ് ചെന്നിത്തല, രമേശ് ചെന്നിത്തല, അതോടൊപ്പം തന്നെ സണ്ണി ജോസഫ്, അതോടൊപ്പം തന്നെ VD സതീശൻ അടക്കമുള്ള ആളുകൾ നടത്തി. പക്ഷേ ആ ചർച്ചയിലൊന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. നേതാക്കൾ ദില്ലിയിൽ തുടരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുകയും ചെയ്യുന്നത്. പ്രധാനമായും ഇപ്പോൾ തിരുവനന്തപുരം നമ്മൾ നോക്കുകയാണെങ്കിൽ N ശക്തനെ താൽക്കാലികമായി അവിടെ DCC അധ്യക്ഷനായി വെച്ചിട്ടുണ്ട്. ശക്തൻ തുടരുന്ന നിലപാട് ഇതിൽ ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ നേതൃത്വത്തെ ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ ആ ശക്തനെ മാറ്റാനുള്ള ശ്രമം അവിടെ നടക്കുന്നു എന്നാണ് പ്രധാനമായും വിവരം ഉള്ളത്. പ്രത്യേകിച്ച് ചില കേസുകളടക്കം പ്രതിയായ ആളുകളെ പോലും അവിടെ പരിഗണിക്കുന്നുണ്ട് എന്ന് ഒരു വിഭാഗം അവസാനിച്ചിരിക്കുകയാണ്. ചർച്ചകൾ തുടരുമെന്നതാണ് നേതാക്കൾ പറയുന്നത്. ഒരു തീരുമാനത്തിലേക്ക് അവരെത്തട്ടെ. ആ തീരുമാനം എന്താണെന്ന് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യാം.